ആ ചന്ദ്ര ക്യാപ്പ് ആൻഡ് ഹെഡ്ഫോൺസ് മിസ്സിങ്. ഓവർ ദ ഹെഡും ക്യാപ്പും ആയിരുന്നല്ലോ ഞാൻ നേരത്തെ വെച്ചോണ്ടിരുന്നത്. സത്യമല്ലേ? വ്ളോഗ് ഞാൻ വീട്ടിലെ വ്ളോഗ് ഞാൻ നാളെ ചെയ്യണം. നാളെ രാവിലെ ഇന്നും കൂടി ഉണ്ടായിരിക്കുള്ളൂ കേസ്. ഈ ഷോർട്ട് സ്ട്രീം എന്ന് പറയുന്ന പരിപാടി ഞാൻ നേരത്തെ നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ 3-4 മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു. നേരത്തെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ 2 മണിക്കൂറൊക്കെ സ്ട്രീം ചെയ്യുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. നാളെ എൻ്റെ അടുത്ത് രാവിലെ 9 മണിക്ക് ട്രിവാൻഡ്രത്ത് തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കേസിന്റെ അപ്ഡേറ്റുകൾ എനിക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. അത് ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാം. അപ്പോൾ ഇന്നും കൂടിയേ ഉണ്ടാവുള്ളൂ ഈ ഷോർട്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. ഇന്നും കൂടിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതോടെ കഴിഞ്ഞിട്ടൊന്ന് സമാധാനമായിട്ട് ഫെബ്രുവരി മാസം തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സത്യം പറയാലോ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ബസ് മേടിക്കണ്ടേന്നോ? ബസ്സോ? ഒന്ന് പോയേ ബ്രോ. ഉള്ളതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോറ്റ് വർഷങ്ങളെടുത്ത് ഒരു നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് എല്ലാം കൂടി വന്നപ്പം അതിൽ ഒറ്റയ്ക്ക് തുടങ്ങാൻ ഇരുന്നിടത്തുനിന്ന് ഞാൻ അവിടുന്ന് ഒരാളെ വിളിച്ച് അതിനകത്ത് കയറ്റിയപ്പോൾ നാട്ടുകാർ മൊത്തവും കൂടി പുള്ളിക്കെതിരായി, പ്രശ്നമായി, അതായി. അങ്ങനെ അതിനകത്ത് ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ നിങ്ങളാ വെബ്സൈറ്റ് കാണണം. ഞാൻ എപ്പോഴെങ്കിലും ഇനി അത് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ വെബ്സൈറ്റ് നിങ്ങളെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരും. ആ വെബ്സൈറ്റ് ഞാനും നമ്മുടെ ഇതിനകത്തുള്ള ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് സത്യം പറഞ്ഞാൽ അത് 1.5-2 വർഷമായിട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ വെബ്സൈറ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് ഇല്ല. ഒരു ക്ലോത്തിങ് ബ്രാൻഡിന് അങ്ങനെ ഒരു വെബ്സൈറ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. അത്രയും കിടിലമായിട്ടാണ് അത് നമ്മൾ ചെയ്തു വെച്ചതും ഇതാക്കിയതും. ലാസ്റ്റ് ഇങ്ങനെ ആയതിൽ എനിക്ക് വിഷമമുണ്ട്. സ്റ്റിൽ ഞാനത് തുടങ്ങാത്തത് കഴിച്ച് ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച എൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും എൻ്റെ ഒരു സാധനമുണ്ട്. അത് വേണ്ടാത്തെന്ന് വിചാരിച്ചാണ് അത് ഇപ്പോഴും തുടങ്ങാതെ അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഇപ്പോഴും ഞാൻ ഉറപ്പ് പറയാം, അതൊരു 98% നിൽക്കുക. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുക. അത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിനി ഒറ്റയ്ക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇത് രജിസ്റ്റർ ചെയ്ത് പോയായിരുന്നു. അപ്പം പകുതി പുള്ളിയുടെ പേരിലും പകുതി എൻ്റെ പേരിലും എന്നുള്ള ഒരു രീതിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇനി അതും ഇതാക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ദർ വിൽ ബി ഓൾവേസ് എ പ്ലാൻ ബി. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ പൊട്ടിക്കും. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൂടെ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് എനിക്ക് ഇന്ന് അപ്രൂവ് ആയി. വളരെ 7 ദിവസം കൊണ്ട് എനിക്ക് അതിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കിട്ടി. ഇതിൽ വേറെ പാർട്ട്നേഴ്സ് ആരുമില്ല ഉള്ളത്. എനിക്കിനി ഞാൻ ചതിച്ചാലും എന്നെ ചതിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള എൻ്റെ വിനീതാണ് എൻ്റെ കൂടെ ഉള്ളത്. ലൈക്ക് എൻ്റെ പാർട്ട്ണർ വിനീതാണ്, മനസ്സിലായോ? ഞാനും അവനും കൂടെ ചേർന്ന ഒരു പ്രൈവറ്റ് വേറെ വെളിയിൽ നിന്ന് ആരെയും വിളിച്ചില്ല, ആരും ഇതാക്കിയില്ല. എനിക്ക് അവനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. അപ്പോൾ പിന്നെ ഈ കളിച്ച എക്സാമിന് പോയിട്ട് വരാം, നെക്സ്റ്റ് ഡേ പാക്കലാം. ക്യാഷൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 500. അപ്പോൾ ഞാൻ അവനോട് ചേർന്ന് ഒരു നല്ലൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. ഉടനെ ഞങ്ങൾ അത് അറിയിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് സിറ്റിയിലോട്ട് കയറാം. ഇനി കൂടുതൽ പറയണ്ട, പറഞ്ഞുകൊണ്ടിരുന്ന ഡിലേ ആക്കുന്നില്ല. ഇന്ന് സിറ്റിയിൽ എന്തൊക്കെയോ ക്ലാഷുകളൊക്കെ. ക്രോസ് എയർ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. ഈ പി സിയിൽ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. കഴിഞ്ഞ് വാട്ട് കേരള വിഷൻ ബ്രോ, കേരള വിഷൻ എന്താണ് പവറാണെന്ന് ഇപ്പൊ ലൈവ് അടിച്ചു പോവേ. ബാക്ക് ടു നമ്മൾ കേരള വിഷനിലേക്ക് വന്നു ഗൈസ്. കുറച്ച് ദിവസം സ്റ്റാമ്പേഡിന് വിടാം. കേരള വിഷനിലാണ് നമ്മളിന്നിപ്പോ. കേരള വിഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓജി കേരള വിഷൻ, അതെ 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 അതെ. ഒരു സെക്കൻഡ്. ഹലോ രഞ്ജിതണ്ണ, ഞാനേ ലൈവിലാ, ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ. ഒന്നൂടെ തുടങ്ങാമിനി ബോസ് ആർ ബി. നമുക്ക് ഇന്ന് ചെയ്യാമല്ല, ഇന്ന് ചെയ്യാം. ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ ഷോർട്സ്. ഇന്ന് ഞാനൊരു 2 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ ഉണ്ടാവുള്ളൂ ഗൈസ്. കാരണം ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് രാവിലെ പോകണം. എനിക്ക് മാത്രമല്ല, വൈഫിനും അവിടെ എത്തണം. കാരണം ഇതിനകത്ത് അറിയാമല്ലോ, ഓൾറെഡി അവർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ ഇപ്പോൾ വൈഫും ഞാനും വിനീതും എല്ലാമായിട്ട് നാളെ പോകണം. എനിക്ക് അവിടെ എത്തണം. അപ്പം നമുക്ക് സിറ്റി കയറാം. ഫെബ്രുവരി 14 ISL സ്റ്റാർട്ട്. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ടോ? അതിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയോ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ വട്ടം കളിക്കുന്നുണ്ടോ ISL?
എടാ, ഈ ISL ഇടക്കിടയ്ക്ക് നടക്കുന്നുണ്ടോടാ? പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് പോലെ തോന്നണ്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചാൽ, കളിയാക്കിയതല്ല. എനിക്ക് അറിഞ്ഞൂടാ കേരള ബ്ലാസ്റ്റേഴ്സ്. ഞാൻ അങ്ങനെ ഫുട്ബോൾ ഇതല്ലല്ലോ, അല്ലറ ഇങ്ങനെ പറയുമ്പോൾ ഇരുന്ന് കാണുമെന്നേ ഉള്ളൂ. ഈ അല്ല, ഞാൻ വേറൊരു ഡൗട്ടോട് ചോദിച്ചോട്ടെ. ഈ ISL ഇതെന്താ അക്സെപ്റ്റ് ഒക്കെ? ഈ ISL വർഷം അല്ലേ നടക്കണേ? പെട്ടെന്ന് ഇത് തുടങ്ങിയതുപോലെ. ബ്രോ, ഫാമിലി ഫ്രണ്ട്ലി ആക്കണേ സ്ട്രീം. അയ്യോ, എന്റെ സ്ട്രീം കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഫാമിലി ഫ്രണ്ട്ലിയാ, പക്ക. TV-യിൽ ഹോം തിയേറ്ററിലൊക്കെ കാണുന്നവരെ നമുക്ക് കൂടുതലുള്ളത്. നമുക്ക് കൂടുതലുള്ളത് അങ്ങനെ തന്നെയാണ്. ഹോം തിയേറ്റർ, TV ഇതിലൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഫാമിലി ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അത്രയും ഫാമിലി ഫ്രണ്ട്ലിയാ. മനസ്സിലായ? 1080p ക്വാളിറ്റി ഇല്ലെന്നോ? ഗൈസ്, അതേപോലെ നമ്മുടെ കിക്കിന്റെ പാർട്ട്ണർ പ്രോഗ്രാം, ഈ പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാൻ വലിയ പാടില്ല. പക്ഷെ കിട്ടിയാലും ഇതിന് കോൺട്രാക്റ്റിലേക്ക് പോകാൻ ഭയങ്കര പാടാ. സ്റ്റില്ല് നമ്മളല്ല അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ശരത്തേട്ടനും കണ്ണാപ്പിക്കും മെന്നിക്കും ഇത് കിട്ടിയിട്ടുണ്ട്, പാർട്ട്ണർ പ്രോഗ്രാം. അപ്പോൾ അവരും കിക്കിലൊക്കെ ഇടയ്ക്കിന് സ്ട്രീം വരും. അപ്പോൾ നിങ്ങൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ശരത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ വേറൊരു കാര്യം വിചാരിക്കരുത്, ശരത്തേട്ടൻ ഇത് കിട്ടിയോണ്ടാ ലാർപ്പി വരുന്നത്. കാരണം ഗൈസ്, പുള്ളി നമ്മളെയൊക്കെ ഒരുപാട്, നിങ്ങൾക്കൊക്കെ അറിയാം, പുള്ളി ഉള്ള സമയത്ത് എല്ലാവർക്കും കൊടുത്ത ആൾക്കാരാണ്. പുള്ളിയൊക്കെ ഫൈനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട്, മെന്റലി ഓക്കെ അല്ലാത്തതുകൊണ്ടൊക്കെയാണ് ലൈവ് വരാത്തത്. അപ്പം പുള്ളിക്ക് പ്ലാറ്റ്ഫോമിൽ ഒരു ഇതെന്താ ഇത് ലോഡാവാത്ത? കേരള വിഷൻ പോയി കേട്ടോ. കേരള വിഷൻ പോയേ, പുകഴ്ത്തി അത് അടിച്ചു പോയി കേട്ടോ. അതിന്റെ ടാസ്ക് മാനേജർ എടുത്ത് എന്റെ പേര് 5M. അപ്പം അവരെല്ലാം ഉടനെ ലൈവ് വരുമ്പോൾ നിങ്ങൾ കൂടെ മാല ഇട്ടോ? ഇല്ല ബ്രോ, 2 ദിവസം കഴിഞ്ഞിട്ടേ മാല ഇടത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടേ മാല ഇടാൻ പറ്റത്തുള്ളൂ. കാരണം നാളെ ഈ ഇതിനൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ നടക്കൂല. അതാ. ഇല്ല, വേണ്ട, സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ജോക്കിയാണ്. എടാ, ജോക്കി ലൈവ് വരാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. നിങ്ങൾക്ക് പുള്ളിയുടെ മെന്റൽ ഹെൽത്ത് അറിയാം. പുള്ളി ഭയങ്കര, പുള്ളിക്ക് എല്ലാം ഉണ്ട്. പക്ഷേ പുള്ളിയുടെ മെന്റൽ ഹെൽത്ത് അതിൽ ശരത്തേട്ടൻ ഭയങ്കര വീക്കാ. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, പുള്ളിയുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാ. പുള്ളി പെട്ടെന്ന് ചെറിയൊരു കാര്യം മതി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ശരത്തേട്ടന് ചേട്ടാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച്, ഞാൻ എന്നിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോയി. തിരിച്ചു പോകുമ്പോൾ ശരത്തേട്ടന് ഭയങ്കര കോളൊക്കെ. എടാ, എന്ത് പറ്റിയടാ? എടാ, എന്ത് പറ്റി? എന്തെങ്കിലും സീനുണ്ടോ? പെട്ടെന്ന് എന്ത് പറ്റി? പുള്ളി ഭയങ്കര ഇതാ. പോയി ലൈവ് പോയോ? ലൈവ് പോയോ ഗൈസ്? എനിക്കിത് ലോഡാവുന്നില്ല ഗൈസ്. എനിക്കിത് ലൈവ് പോയോ? ഇല്ല 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 ഇല്ല. ഇത് സിസ്റ്റത്തിന്റെ ആണോ അതോ ഇതെന്ത് പറ്റിയതാ? ഇതെന്താ ഇത് ഓപ്പൺ ആവാത്ത? 5M. വാവ്, 1 GB/s കണക്ഷൻ. കേരള വിഷൻ 1 GB/s കണക്ഷൻ ആയത്. എടാ, 900 MB/s കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് എന്തൊരവസ്ഥയാണെന്ന് പറ. 5M അടിച്ചു പോയെന്നോ? 5M അടിച്ചു പോയാണോ? 5M പോയെന്നോ? 5M പോയോ? ഇവിടെ എല്ലാവർക്കും പോയോ അതോ എനിക്ക് മാത്രമാണോ? ബാക്കി എല്ലാവരും സിറ്റി കളിക്കുന്നുണ്ടോ? കേസ് എനിക്ക് മാത്രമാണോ? VC പോ? ആരുടെ VC പോവാൻ? നെറ്റ് സ്ലോ ആയതിന്റെ ആണെന്നോ?
ടാസ്ക് മാനേജറിൽ ഒന്നുകൂടെ എൻ്റെ അപ്പ് ചെയ്തിട്ട് നമുക്ക് കയറി വെക്കാം. ഇപ്പൊ ഡിസ്കോഡ് എൻ്റെ ആയി പോയനെ. ഇത് എൻ്റെ ടാസ്ക്. ഹലോ, ഹായ്. എടാ നീ എന്തിനാണ് വരുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയോ ഇതിനെ പറ്റി? അത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഡിസ്കോഡ് അടിച്ചു പോയിട്ടില്ല, 5M പോയെന്നാ പറഞ്ഞു. ഡിസ്കോഡ് അടിച്ചു പോയെന്ന് ആര് പറഞ്ഞു? ഇല്ല, ഇപ്പൊ പറഞ്ഞില്ലേ പോയോന്നൊരു ഡൗട്ട്. പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഡിസ്കോഡ് അടിച്ചു പോയെന്ന്? ഡിസ്കോഡ് ക്ലോസ് ആയെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ മൈക്ക് മാറി കിടക്കാറുണ്ട് കേട്ടോ ഡിസ്കോഡില്. പറയടാ. ഡിസ്കോഡില് മൈക്ക് മാറി പോയില്ലേ? ഡിസ്കോഡിൽ മൈക്ക് മാറാൻ എനിക്ക് ഒറ്റ മൈക്കേ ഉള്ളൂ. ഇതാ എന്റെ സൗണ്ട്. ഇപ്പൊ ലൈവ് നീ കാണുന്നില്ലേ? ലൈവ് കണ്ടല്ലോ. പറയടാ. പറയടാ. എടാ സെർവർ അടിച്ചു പോയോ? ഇല്ല, സെർവർ അടിച്ചു പോയില്ല. ഹെഡ്സെറ്റ് മാറി കിടക്കായിരുന്നു. ഓക്കെ എനിക്ക് ലോഡായി. വന്നു അതെ വന്നു കേസ് വന്നു. ഓൾ ഗുഡ്. ഗെയിം ഡിസ്കോഡ് റോൾസ് റിയാക്ട് ചെയ്യണോ? അല്ലല്ല, ഞാൻ സിറ്റി കയറാൻ പോവാ. നമ്മള് സിറ്റിയിലുണ്ട് വാ. ഓഹോ, ഞാൻ കേറിക്കോളാം. ഞങ്ങളിപ്പോ വരാവേ. ഞാൻ അറിഞ്ഞോ മറ്റേ യൂണിവേഴ്സിറ്റി കയറിയാട്ടാ. എന്ത് ദേവേതോ അമ്മാതിരി സാധനങ്ങളുടെ ഒന്നും പേര് ഇവിടെ ഒന്നും പറയല്ലേടാ. നീയൊക്കെ എല്ലാരും കൂടെ ആണ് അതിനൊക്കെ എക്സ്പോഷർ കൊടുക്കുന്ന ഇമാതിരി. വിട്ടുകള അവന്റെ യൂണിവേഴ്സ് കോപ്പ്. ഇഗ്നോർ ചെയ്ത് വിട്. കുറച്ച് ദിവസമായി ഇതിൽ കിടന്ന് തൂങ്ങുന്നു. എനിക്ക് താല്പര്യത്തൊന്നും പ്രശ്നമൊന്നുമില്ല. നീ ചെയ്തോ? നാളെ അവൻ നിന്നെ ഇരുന്ന് പച്ചക്ക് തള്ളക്കി വിളിക്കുവാണെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല. മനസ്സിലായി? അത്രേ ഉള്ളൂ. നീ ചെയ്തോ? കണ്ണാപ്പിനെ വിളിച്ചണ്ട, ഇന്ന് വിളിച്ച് വീഡിയോ ഇട്ട് അത് നീ ചെയ്തോ? ഓജി സൗണ്ട്. എടാ ഇതാണ് എന്റെ പഴയ സൗണ്ട് ഇങ്ങനെ ആയിരുന്നല്ലേ? പറയടാ. യെസ് ലേറ്റ് ആണ് ISL ഈ സീസണിൽ ആണോ? ഓക്കെ. ഇതാരാ? കാർലോ ബ്രോ, താങ്ക് യു സോ മച്ച് ഓഫ് 500 കിക്ക് പോയിന്റ്സ്. അണ്ണ എന്തോ ഒരുപാട് ഇഷ്ടമാണ് കാർലോ ബ്രോ. താങ്ക് യു സോ മച്ച് മാൻ. പ്രേമം എന്തായി? പ്രേമോ? കല്യാണം കഴിഞ്ഞൊരു കൊച്ചുപോയി. പ്രേമം എന്തായിരുന്നു എന്റെ അടുത്താ? മോർപ്പിലെ സൗണ്ട്. മോർപ്പിലൊക്കെ കളിക്കുമ്പോ ഈ മൈക്കാണടാ യൂസ് ചെയ്തോണ്ടിരുന്നേ. മോർപ്പില് എന്നൂടെ തുടങ്ങാമിനി. സിറ്റിയിൽ പെർമനന്റ് ബാൻ. അതാ ഞാൻ Q1 ഇപ്പൊ. ഒന്നും ഇല്ല. ജോയിനിങ് സിറ്റി കയറിയാൻ. പിന്നെ പെർമനന്റ് ബാൻ എന്റെ സെർവറാടാ. പിന്നെ കപ്പിൾ RP ആണോ? പിന്നെ കപ്പിൾ RP ഇന്ന് ഞങ്ങള് രണ്ടുപേരുടെ ഫലൂഡ കഴിക്കാൻ വേണ്ടിട്ട് പോണ RP എന്ന്. എന്തൊക്കെ അറിയണം? കപ്പിൾ RP ആണല്ലേ നീ ഇവിടെ നിന്ന് കാണുള്ളോ? അല്ലെ നീ കാണൂലേ? ദർശനം ഒറ്റയ്ക്കാണ്. ദർശനക്ക് ഞാൻ അങ്ങനെ ഒരു PC മേടിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ദർശനം ഇവിടെ നിന്ന് സ്ട്രീം ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടെ ഇരുന്ന്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഉണ്ടാവല്ലോ. എന്തൊക്കെ തരാം, നിനക്ക് തരാം. ഞാൻ വന്നിരുന്നാളാ. അപ്പുക്കുട്ടന് ദർശനമായിരുന്നല്ലോ. അപ്പുക്കുട്ടാ എന്തായി വീഡിയോ? എന്നത്തേക്ക് തീരും? ഒരു ബുധനാഴ്ചക്ക് ഇറക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിഷയം. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഡേറ്റ് എത്രയാ? 4-ാം തീയതി ആയിട്ടാണ്. 4-ാം തീയതി. 4-5 എന്നുള്ള രീതിയാണ്. അല്ല, അതിന് ലേറ്റ് ആവണേ ശനിയാഴ്ച ആയിട്ട് ഇറക്കാം. അതാവുമ്പോ ബെറ്റർ ആയിരിക്കും. കുറെ പേരുണ്ടാവല്ലോ. എല്ലാവർക്കും ലീവാണ്. അതൊന്നും നോക്കണ്ട. ലീവ് ആണെങ്കിലും ലീവ് ഇല്ലേലും
ഷോർട്ടെക്സിന്റെ വീഡിയോ കാണാൻ പിള്ളേരൊക്കെ ലീവ് എടുക്കൂലേ? ഓ അതൊന്നും എടാ, പറഞ്ഞെടുക്കടാ. ഇതെന്താടാ ഡൗൺലോഡിങ് 3:439? അണ്ണന്റെ മറ്റേ കേരള വിഷനല്ലേ എന്റെ മറ്റേ അതായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു, പോകുന്നില്ല അങ്ങോട്ട്. എടാ, അപ്പൊ ഞാൻ ഈ സിറ്റിക്കകത്ത് കയറാൻ ഞാൻ നാളെ ആവുമോ അപ്പോ? അത് ചിലപ്പോ വർക്കാനുള്ള ചാൻസ് കുറവാ, ഒന്നും കൂടി ഇതാക്കണ്ടേ. പോടാ. കാർലോ ബ്രോ, നല്ല താങ്ക് യു സോ slow മച്ച് ഫോർ ദ ആയിട്ട് 1 Eagle King മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്ലോ ആയിട്ട് കയറുന്നത് ചിലപ്പോ ഇതാവത്തില്ല, കയറ്റി വിടത്തില്ല. എടാ, ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാടാ ഇതിന്. ഞാനിത് എന്തായാലും കേരള വിഷനിൽ സെർവറിന്റെ അല്ല, അത് കേരള വിഷന്റെ. അല്ലടാ, ഞാൻ ആലോചിക്കണ അതല്ല. എടാ, 1 GB/s കണക്ഷനിൽ എനിക്ക് കിട്ടുന്നത് 90 MB/s. അതെന്താണെന്ന് എന്റെ ചോദ്യം. അടിക്കണ്ടവരെ അടിച്ചു കൊടു. ദിവസം അത് ഇന്ന് തുടങ്ങിയത്, ഇന്ന് രാവിലെ മുതൽ അങ്ങനെ എന്തായിട്ടുണ്ട്. ഞാനും ഉച്ചയ്ക്ക് കയറാൻ നോക്കും, കയറിയത്. കോൾ കേരള വിഷൻ ബ്രോ. ഞാനേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓഫ്ലൈനിൽ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചോളാം. ലൈവിലിരുന്ന് അവരെ വിളിച്ച് അവരെ അപരാധിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നാളെ ഞാൻ ലൈവ് ചെയ്യുന്ന നാളെ വർക്കിംഗ് ടൈമിൽ ഞാൻ അവരെ വിളിച്ച് സെറ്റ് ആക്കിക്കോളാം. എന്നിട്ട് നാളെ അടുത്ത ടൈറ്റിലിട്ട് ഈഗിൾ ലൈവിൽ കേരള വിഷനെ വിളിച്ച് തള്ളക്കി വിളിച്ചപ്പോൾ അവരെന്നെ പോസ്റ്റ് ഇടും. പിന്നെ ഒരു സംശയവും ഇല്ല അതിനൊന്നും. ഡെസ്ട്രോ അപ്ഡേറ്റ് ഡെയിലി അപ്ഡേറ്റ് തരാൻ എന്താ മച്ചാനെ? ഡെസ്ട്രോ വീട് മാറിയടാ. അവിടെ ഒന്ന് സെറ്റായിട്ട് അവൻ വരും 2-3 ദിവസത്തിനകത്ത്. അവൻ ഓൾറെഡി ഇടയ്ക്ക് വന്നായിരുന്നു. അവന് കയറാൻ ഒരു വീടൊക്കെ മാറാന്ന് പറഞ്ഞാൽ കുറച്ച് ഇതുള്ള പരിപാടിയല്ലേ. അവൻ വരും. ചില്ലായേ നിങ്ങള്. ഹാപ്പി അല്ലേ? എല്ലാം എന്റെ തലയിൽ എങ്ങനെയാടാ വരുന്നത്? ഇതെല്ലാം ഒന്ന് മാറിയിട്ട് വേണം. ഒന്ന് സന്തോഷിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഡിസ്കോഡിൽ പോണ ബ്രോ. ഏത് ഡിസ്കോഡിൽ പോ? ഇത് ലോഡിങ്ങാ. കേരള വിഷന്റെ ഇത് നെറ്റിന്റെ ഇത് ലോഡ് ആവണ്ടേ? ഇത് ഞാൻ പോയിട്ട് ഇപ്പൊ എക്സാലിസ് സെർവറിൽ പോയിട്ട് എന്റെ നെറ്റ് സ്ലോ ആയി. ഇത് ലോഡ് ആക്കി തരാൻ പറയാൻ പറ്റുമോ? എന്തൊക്കെ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ല.